വെൽക്കം ബാക്ക് ടു ലിലിബെറ്റ്സ് വേൾഡ്. കുറച്ച് ദിവസമായി നമ്മളൊരു ലോങ് വീഡിയോ കേട്ടിട്ട് ഇങ്ങനെയാ ഒരു ലോങ് വീഡിയോ കണ്ടാലോ? ഒരു ട്രിപ്പിന് പോയ കഥയാണ്. സമയം രാവിലെ 3 മണി. സാധാരണ ഈ രാവിലത്തെ 3 മണിയൊന്നും ഞാൻ കാണാറേ ഇല്ല. അപ്പോൾ ഇന്ന് രാവിലെ 3 മണിക്ക് എണീറ്റിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു ഉദ്ദേശമില്ലേ? ഉണ്ട്. ഇന്നാണ് ഞങ്ങളുടെ കോളേജിലെ ആദ്യത്തെ ട്രിപ്പ്. ഇന്ന് ഞങ്ങൾക്ക് ഫീൽഡ് ട്രിപ്പാണ്. ഒറ്റ ദിവസമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിന്ന് ടൂറിന് പോവാണ്. ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. രാവിലെ അമ്മയും പപ്പയും കൂടെയാണ് എന്നെ കൊണ്ടുവിടുന്നത്. ലാസ്റ്റ് കോളേജിലെത്തി. രാവിലെ നല്ല വിശപ്പ്. നമുക്ക് ഒരു പോപ്പിൻസ് കഴിച്ച് ഇന്നത്തെ ട്രിപ്പ് തുടങ്ങാം. നമുക്ക് ഭക്തി മാർഗത്തിലാണ് ആദ്യം. നമുക്ക് പ്രാർത്ഥനയോട് കൂടി തുടങ്ങാം. ലില്ലിക്കുട്ടി ഞങ്ങൾ ഇവിടെ ടൂർ പോവുകയാണ് ഗായ്സ്. ബാക്കിയെല്ലാം പിന്നെ കാണാം ഗായ്സ്. ഗൈസ്, இந்த കഥയിൽ ഒരു ട്വിസ്റ്റ് ഇருக்கு. ഈ നമ്മൾ കാണാൻ പോകുന്ന എല്ലാ സ്ഥലങ്ങളും ഞാൻ കണ്ടതാണ്. പക്ഷേ അതിലെന്ത് പ്രസക്തി എന്ന് ചോദിച്ചാൽ സാഹചര്യം മാറി, മനസ്സ് മാറി, മൈൻഡ് മാറി, പിള്ളേർ മാറി, എല്ലാം മാറി. സോ പോയേ പറ്റൂ. അല്ല, പോയി. അപ്പോൾ ഫസ്റ്റ് സ്ഥലം ഏതാണെന്ന് കാണണ്ടേ? ബാ പറഞ്ഞുതരാം. നമ്മൾ ഫസ്റ്റ് സ്ഥലത്ത്, ഞങ്ങളുടെ ഫസ്റ്റ് സ്ഥലം നെട്ടയാണ്. ഞങ്ങൾ നെട്ടയിലെത്തി. ഞങ്ങൾക്ക് വിശക്കുന്നു. നിങ്ങൾ അടുത്ത സ്ഥലത്തെത്തി. 2 ആഴ്ചക്ക് മുമ്പ് ഞാനിവിടെ വന്നതേ ഉള്ളൂ. ഏതാണ് ആ സ്ഥലം? തൃപ്പരപ്പ്. വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടോ? ഞാൻ കാണിച്ചത്. ഇതാണ് വെള്ളച്ചാട്ടം. ഇതാണ് തൃപ്പരപ്പ് വെള്ളച്ചാട്ടം. ആശേഷി ചോദിച്ച ഡൗട്ട്, ഇതിന്റെ ഉത്ഭവ സ്ഥാനം എവിടെയെന്നാണ്. ഉത്ഭവം മലയെന്ന്. മല നമ്മൾ നെട്ടേരൊരു മല കണ്ടോ? ഓർമ്മയുണ്ടോ? ആ മലയാണ് ഉത്ഭവം. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് സ്ഥലത്തെത്തി. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിപൊളി സ്ഥലമാണ്. പക്ഷെ ഇത്തിരി നടക്കാനുണ്ട്. അത് ഇത്തിരി പാടാണ്. 1 കിലോമീറ്റർ ഓവറാക്കി ചളാക്കുന്ന എന്തുവാ? 1 കിലോമീറ്ററോളം നടക്കാം. ശരിക്കും വ്ളോഗ് ചെയ്യാൻ വേണ്ടി പോയത് ഞാനാണെങ്കിലും അവിടെ കുറെ വ്ളോഗേഴ്സ് ഉണ്ടായിരുന്നു ക്ലാസ്. കാണും. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. വലിയ മലമുണ്ട്, പറ്റാത്ത കുളമുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷെ പെട്ടെന്ന് ഇവിടെ ഇറങ്ങണം. ആയിക്കോട്ടെ. ഇവൻ നിങ്ങളെല്ലാരെയും പറ്റിച്ചോണ്ടിരിക്കാണ്. നിധി ആരമ്മ നിധി വേണ്ടേ? ഹലോ ഗായ്സ്, നമ്മളിന്ന് പോകുന്നത് ചിതറാളിലേക്കാണ് ഗായ്സ്. നിങ്ങൾ നോക്കൂ, ഇവിടെ എല്ലാരും വായി നോക്കി നടക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. വ്യൂ കാണാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. ഇവിടെ ഈ വ്യൂ കണ്ടില്ലെങ്കിൽ നഷ്ടമാണ്, നഷ്ടം. അത്രയ്ക്ക് സൂപ്പർ വ്യൂ ആണ്. കാണുന്നതിന് മുമ്പ് അതേന്നൊക്കെ കാണാം. ഇവിടെ നിന്ന് തമിഴ്നാടും കേരളമൊക്കെ കാണാന്നൊക്കെ ഈ പിള്ളേർ പറയുന്നത് എനിക്കറിയത്തില്ല. എന്തായാലും സംഭവം അടിപൊളിയാണ്. കുരിശ് കണ്ടോ? കുരിശ് ആ കുരിശ് ചർച്ച കണ്ടോ? ഓ, അതിന് ഇപ്പുറത്തുള്ളത് ഫുള്ളും തമിഴ്നാടും ഇപ്പുറത്തുള്ളത് കേരളയും. അതാണ് ഇവിടുത്തെ പ്രത്യേകത കേട്ടോ. പള്ളി ഉണ്ടല്ലോ, പള്ളിയുടെ ഇപ്പുറത്ത് തമിഴ്നാട്, ഇപ്പുറത്ത് കേരളവും. ഓ, പള്ളിക്കാര് നടുക്കുള്ളോ? ഏത് ചരിത്രം?
ചരിത്രം ഇവിടെ ഇല്ല, ചരിത്രം അപ്പുറത്താണ്. ഇവിടെ നമുക്ക് കാണാനുള്ള ബോർഡറാണ്. വീട്ടിലിരിക്കുന്ന ഹസ്ബൻഡിന് സ്ഥലങ്ങൾ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നു. വീഡിയോ കോളിൽ വിളിച്ച് കാണിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ ഹായ് പറ. ചേട്ടാ നമ്മുടെ സബ്സ്ക്രൈബർ ആണ് ചേട്ടൻ. ചേട്ടാ ചായ കുടിക്കും. ചേട്ടൻ ചായ കുടിക്കും. ചേട്ടാ ഹായ് പറ. ചേട്ടാ ചായ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. തിരിച്ച് 1 കിലോമീറ്റർ നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആകെ ക്ഷീണിച്ചു. പക്ഷെ സംഭവം അടിപൊളിയാണ്. കാണിച്ചു തരാവേ ഇവിടെയൊക്കെ. ചിതറാലിൽ വന്നിട്ട് പേര് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ വന്നു. ഞാൻ ഇവിടെ നമ്മൾ കുറുന്നരി മാപ്പ് പറയും. നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഞങ്ങൾ പോകുന്നത് പാലസിലോട്ടാണ്. മാപ്പിന് എന്താ പറയാനുള്ളത്? നമ്മൾ എങ്ങോട്ടാ പറയല്ലേ, എനിക്ക് മാപ്പയുടെ സ്ഥലം പറഞ്ഞോ. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഞങ്ങള് നേരെ പോവുകയാണ്. കണ്ണാണത്തെ വെച്ചാടേ ഡോറ കണ്ണാണത്തെ വെച്ചാടേ. പറ എങ്ങോട്ടാ പോകുന്നതെന്ന് പറ. കുറുനരിയും ഡോറയും പൂജയും കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ ഉച്ചയ്ക്ക് മുൻപ് 4ാമത്തെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇത് നമ്മുടെ വിജയമാണ് ഗൈസ്. അപ്പോ ഇത് നമ്മളടുത്ത് പോകുന്നത് നമ്മുടെ തിരുവിതാംകൂറിൻ്റെതായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ എന്തൊക്കെയോ ആയിരുന്ന ഒരു സ്ഥലത്തേക്കാണ്. തിരുവിതാംകൂറിന്റെ തലസ്ഥാനം ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഏകദേശം മനസ്സിലായി കാണുമല്ലേടാ? അതാണ് ഇവിടെ എന്തൊക്കെയുള്ളതെന്ന് ചോദിച്ചാൽ ഇവിടെ കൊട്ടാരമുണ്ട് ഗൈസ്. അതെ, നമ്മള് പത്മനാഭ സ്വാമി കൊട്ടാരം അല്ലേ? സോറി, പത്മനാഭപുര കൊട്ടാരം. ഞാനിവിടെ 2 വട്ടം വന്നിട്ട് വീണ്ടും കണ്ട സാധനങ്ങൾ തന്നെ കാണുക. പക്ഷെ വൈബ് വേറെയാണ്, പിള്ളേര് വേറെയാണ്. ഇന്നെ ഇവിടെ ഡോറ ഉണ്ട്. ഡോറ വഴിയിൽ വെച്ച് ഞങ്ങക്ക് ചേട്ടൻ ഇതെന്തുവാ ശർക്കര എന്തോ തന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് വാങ്ങിക്കാനാണ് തന്നത്. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. എന്തെങ്കിലും ചേട്ടൻ എന്തായാലും ചേട്ടൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നതാണ്. ടേസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളത് വാങ്ങിക്കണം, അതായിരുന്നു പുള്ളിയുടെ ഉദ്ദേശം. പക്ഷെ ഞങ്ങള് നൈസായിട്ട് വാങ്ങിക്കണമെങ്കിൽ പോന്നോ കഴിക്കുന്നു. വിശപ്പുണ്ട്, നല്ല വിശപ്പുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇതിനകത്തൂടെ എനിക്ക് കയറും. ഫോൺ ഉപയോഗിക്കത്തില്ല എന്നാണ് തോന്നുന്നത് എനിക്കല്ലേ. ഇവിടെ അങ്ങനെ എന്തോ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്, നമുക്കറിയത്തില്ല. കിട്ടുവാണെങ്കിൽ നമുക്ക് എടുക്കാവേ. ഗൈസ്, ഉച്ചവരെയുള്ള നമ്മുടെ ഫുൾ ട്രിപ്പും അടിപൊളിയാണ്. ഇനി നമുക്ക് ഫുഡ് കഴിക്കണ്ടേ, അതാണ് ഏറ്റവും മുഖ്യം. കഴിക്കാം. നമ്മൾ സ്പെഷ്യൽ മീൽസ് ആണ് പറയുന്നത് ഗൈസ്. അതുകൊണ്ട് നമുക്ക് സ്പെഷ്യൽ ബിരിയാണി ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടായിരിക്കും ചോറ് വരുന്നതെന്ന് തോന്നുന്നു, അറിയത്തില്ല. എന്തെങ്കിലും കഴിക്കാൻ വെച്ചിട്ടുണ്ട്. ബിരിയാണി നല്ല ടേസ്റ്റ് കേട്ടോ, സൂപ്പർ സാധനം. കുറച്ച് കൂടുതൽ തരായിരുന്നു, സൂപ്പർ സാധനം. നഗ്നമായൊരു സത്യം വെളിപ്പെടുത്തട്ടെ. ഇത് പരിപ്പ് കറിയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റും. പരിപ്പ് വരുന്നതേ ഉള്ളൂ. ഇത് പായസമാണ് ഗൈസ്, പരിപ്പ്. ഈ ചോറ് കിട്ടിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ തമിഴ്നാട് എത്തിയിരിക്കുന്നു. നമ്മൾ മലയാളീസ് അല്ല ഇരുന്നത്. സോ ഞങ്ങളിനി തമിഴ് താ പേസ പോറേൻ. ഓക്കെ, ഞങ്ങളെല്ലാവരും ടൊമാറ്റോ ഇருக்கு, വെള്ളരിക്ക இருக்கு, എന്തോ இருக்கு. പക്ഷെ இந்த കറി എന്നതെന്ന് തെരിയവേ ഇല്ല. ആമാ ദാറ്റ് കറീസ് ഒന്നും നമുക്ക് തെറിയാതെ. ഇത് എന്നെ കറിയത് തെറിയാത് ഗായ്സ്. ഇതിപ്പോ ഇംഗ്ലീഷാണ് ഗായ്സ്. இந்த കറിക്ക് ഉപ്പ് പോരാ. അപ്പൊ നമ്മള് இந்த ഉപ്പെടുത്ത് അങ്ക പുട്ടണം. സാമ്പാർ, കൊഞ്ചം സാമ്പാർ പോടുങ്ക. സാമ്പാർ ദേശീയ സാമ്പാർ കിട്ടി. പായസം സൂപ്പറായി. ഞങ്ങള് അടുത്ത പക്കത്ത് അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കെ. ഇത് വന്ന് കന്യാകുമാരി. இந்த கன்னியாகுமரியில ഞങ്ങൾ തമിഴെത്തികൾ. ആമാ, അതെ, ഇവരും തമിഴെത്തിതാ.
ഇതാ നമ്മുടെ ഗണേശ് അണ്ണ. அப்பா இந்த ஓகே காய்ஸ் நான் சொல்லியிருக்கேன், நான் പറഞ്ഞു വന്നത് இந்த கண்ணாடி நான் வாங்கியிருக்கேன் பிகாஸ் 50 രൂപയുടെ വില എന്ന് നോക്കില്ല ഓർഡറിനെ വാങ്ങിച്ചു. இந்த കണ്ണാടി വാങ്ങിച്ചിരിക്കുക. അങ്ങനെ നമ്മൾ രണ്ടുപേരും இந்த ലോറി ഓവറായത് എല്ലാരും ശ്രദ്ധിച്ചിട്ടിരിക്കുക. സോ 2 കണ്ണാടി വെച്ച് നടന്നിട്ടേ ഇരിക്കുക. കന്യാകുമാരിക്ക് ഒരുപാട് വട്ടം ഞാൻ വന്നിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ബോട്ടിൽ കയറാൻ പോകുന്നത്. ரொம்ப കച്ചേരി ரொம்ப കച്ചേരിയാണല്ലേ ഞാൻ കച്ചേരി അല്ല ഗായ്സ്. നമ്മൾ പോറ സ്ഥലം എന്ന് പറയുന്നത് അന്ത പക്കം இந்த ബോട്ട് കയറി അന്ത പക്കം പോകും. ശരിയാണെങ്കിൽ ഗായ്സ് അന്ത സ്ഥലത്ത് താ നരേന്ദ്രമോദി വന്ന് ഇരുന്നത്. ഞങ്ങളിങ്ങനെ ബോട്ടിൽ കയറി ആ എടി എല്ലാരും നിൽക്കുക. ആശിച്ചിട്ട് കഴുത്ത് വിളിക്കുക. ആശിച്ചി ഞങ്ങള് ശബ്ദമൊക്കെ പോയി. സീനാണ്. ഞങ്ങളെ വെള്ളക്കണ്ണാടി വെച്ചവരാണ്. ഇത് വെള്ളക്കണ്ണാടി ഗ്യാങ്ങാണ് ഗൈസ്. ഞങ്ങളിപ്പോൾ ഉള്ളത് ഇത് സ്ഥലം എന്താ വിവേകാനന്ദ പാറയുടെ അടുത്തായിട്ടൊക്കെ വരും. ആശിച്ചിക്കുണ്ട് വെള്ളക്കണ്ണാടി. ആശിച്ചി ഓക്കെ. ഞങ്ങള് ഇപ്പോൾ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഫുള്ളൊരു കറുത്തമയമാണ്. എന്നെ ട്രോളുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം. ഓക്കെ ഗായ്സ് ഞങ്ങൾ കന്യാകുമാരി കടലിൽ വന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ ആൾക്കാരെ പരിചയപ്പെടുക, അവരോട് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ കന്യാകുമാരിയിൽ ഷോപ്പിംഗ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പേരൊക്കെ പരിചയപ്പെട്ടു. ഫുൾ ഹിന്ദിക്കാരെ ഞാൻ വളച്ചു ഗൈസ്. എനിക്ക് സാധനം ഇഷ്ടപ്പെട്ടു. എത്ര രൂപ എന്തോ തരുമെന്നാണ്. ഹായ് ഗായ്സ്, ഞങ്ങൾ ചേച്ചിമാരുടെ കമ്പനിയായി. ചേച്ചിമാരെ ഹിന്ദിയല്ലേ? എവിടെയാ വീട്? എവിടെയാ? രാജസ്ഥാനിലുള്ളവരാണ്. ആശിജി ഹിന്ദി അറിയാതെ അങ്ങനെ ഞങ്ങൾ കമ്പനിയായി ഗായ്സ്. ഓക്കെ മലയാളം സംസാരിക്കുന്ന രാജസ്ഥാൻ ചേട്ടൻ. ചേട്ടൻ യൂട്യൂബ് ചാനലുണ്ട്. ഓക്കെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് രാജസ്ഥാനാണോ തമിഴ്നാട്ടിലാണോ? തമിഴ്നാട്ടിലുണ്ട്. ആമാ എനിക്കും തമിഴ് കൊഞ്ചം തെരിയത് അറിയാം. മലയാളം അറിയാം. മലയാളം കൊഞ്ചം തെരിയും. ഓക്കെ നിങ്ങൾ പോട്ടെ.